ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ ഏതൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ. This principle is meant that the overall time and effort utilized by the managerial personnel, it is utilized for unusual or exceptional case. എക്സെപ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള കേസുകളിലുള്ള ഐറ്റംസ് മാത്രം ഫോക്കസ് ചെയ്യണം ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അതാണ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. അതായത് എല്ലാ ഓവറോൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അനലൈസ് ചെയ്യുന്നതിന് പകരം അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസിൽ മാത്രം കൂടുതൽ ഫോക്കസ്, അതായത് കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. The next principle of objectivity. Principle of objectivity എന്ന് പറയുന്നത് ഇവിടെ ഒറിജിനൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിരിക്കണം. അവിടെ യാതൊരു തരത്തിലുള്ള സബ്ജക്റ്റീവ് ബയാസും ഉണ്ടാവാൻ പാടില്ല. അത് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത്. സോ മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരത. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് എല്ലാ വർഷവും അത് സ്ഥിരമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മളിവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യാം. സോ ഇവിടെ പറയുന്നത് ഒരു ഫേം ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസ് അത് അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും ഒക്കെ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇയർ വൈസ് കമ്പാരിസൺ ചെയ്യാനും അതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് കമ്പാരിസൺ ചെയ്യാനും പറ്റുള്ളൂ. സോ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു വേ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. എന്നാലേ മീനിങ്ഫുൾ കമ്പാരിസൺ പോസിബിൾ ആവുകയുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസി. പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസി പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻസിൻ്റെ അതുപോലെ വേറൊരു പ്രിൻസിപ്പിളാണ്. പക്ഷേ എക്സെപ്ഷനിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ള ഐറ്റംസ്, പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസിയിൽ പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോക്കസസ് ഇറ്റ്സ് അറ്റൻഷൻ ഓൺ റെലവൻറ്റ് ഡാറ്റ. അതായത് ഇറലവൻറ്റ് ഡാറ്റ, മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമില്ലാത്ത ചില ഡാറ്റകൾ ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന. പക്ഷേ അതിലൊന്നും ഒരു ഫോക്കസോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തതുകൊണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പാടെ അവോയ്ഡ് ചെയ്യുക. ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അല്ലെങ്കിൽ റെലവൻറ്റ് ഫാക്ട്സ് മാത്രം, റെലവൻറ്റ് ഡാറ്റ മാത്രം കൺസിഡർ ചെയ്യുക. എന്നാൽ പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷനിൽ പറയുന്നത് അതല്ല. അൺയൂഷ്വൽ ആയിട്ടുള്ള, അതായത് സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷനിൽ പറയുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് വളരെ വലുതാണ്. എല്ലാ തരത്തിലുള്ള സബ്ജക്ട്സുകളും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എല്ലാ തരത്തിലുള്ള ഇൻറ്റഗ്രേഷനും ആവശ്യമാണ്. അതായത് എല്ലാ ഓർഗനൈസേഷൻസിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ഡാറ്റയും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസിലുള്ള ഇൻഫർമേഷനും എല്ലാ ഡാറ്റയും പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ്. റീവാലുവേഷൻ അക്കൗണ്ടിങ്ങിൽ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒറിജിനൽ ഫിഗേഴ്സാണ്. അതായത് നമുക്കിപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്താണോ അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആ ഫിഗറാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ നമ്മൾ അസ്യൂം ചെയ്തിരുന്ന ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന വാല്യൂ. പക്ഷേ ഒരിക്കലും നമ്മളതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. സോ പ്രിൻസിപ്പിൾ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ്ങിൽ പറയുന്നത് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് വെറുതെ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് മാനേജറിയൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എല്ലാ ഐറ്റത്തിൻ്റെയും ഒറിജിനൽ ഫിഗേഴ്സ് എന്താണ്, അതായത് ഒറിജിനൽ മാർക്കറ്റ് വാല്യൂ എന്താണ് എന്നുള്ളത് അതിലേക്ക് നമ്മൾ ഓരോ ഐറ്റത്തിനെയും റീവാല്യൂ ചെയ്യുന്നു. അതാണ് ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ്ങിൽ പറയുന്നത്.
ഡാറ്റ അപ് ടു ഡേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ്. ദ നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർലി എല്ലാ മെറ്റീരിയൽസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ജസ്റ്റ് എന്താണ് നമ്മുടെ റിസൾട്ട് എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഏതൊക്കെ രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഏതൊക്കെയാണ്, ഓവർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ആക്യുറസി. ആക്യുറസി നമ്മൾ എപ്പോഴും പറയും ഇത് ഇവിടെ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അത് ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെക്കാനൈസ്ഡ് അക്കൗണ്ടിങ് ൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ലാസ്റ്റ് വൺ ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച്. നമുക്കറിയാം പാസ്റ്റ് ഡാറ്റ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാസ്റ്റ് ഡാറ്റയിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ചും കൂടെയാണ്. ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്? ഫസ്റ്റ് വൺ, പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ. ഈ പ്ലാനിങ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് പ്രോപ്പർ പ്ലാനിങ്. ദ നെക്സ്റ്റ് വൺ, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമുക്കറിയാം ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒന്നുകൂടെ പോസ്റ്റ്മോർട്ടം അനാലിസിസ് ചെയ്യുകയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഡാറ്റയെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു, അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നു. ദെൻ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണിത്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഓരോ ഡാറ്റയും അനലൈസ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷനും സിമ്പിളായിട്ടുള്ള വേയിൽ കൊടുക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ടുള്ള സജഷൻസ് അല്ലെങ്കിൽ കമൻസ് അതിലൂടെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. The next one, communication. After analyzing and interpreting the data, management accountant prepares suitable reports. നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും പ്രസൻറ്റ് ചെയ്തു. ഈ പ്രസൻറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡേഴ്സിനാണ്. പക്ഷേ അത് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ആവശ്യമുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ മാനേജ്മെൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവിടെ ചിലപ്പോൾ മാനേജ്മെൻറ്റിന് മാത്രമല്ല വേണ്ടി വരിക, ചിലപ്പോൾ ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ്, അങ്ങനെ ബിസിനസ്സുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പാർട്ടീസ് ഉണ്ടായിരിക്കും. അവർക്കെല്ലാം ചിലപ്പം ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ട് ആവശ്യമായിട്ടുണ്ടാകും. സോ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ. നമുക്കറിയാം ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഓർഗനൈസേഷൻ്റെ ഇൻറ്റഗ്രേഷന് പ്രോപ്പറായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, അതായത് ഇൻറ്റഗ്രേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഡാറ്റ ആവശ്യമാണ്. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യണം, പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് പറ്റണം. ദെൻ നെക്സ്റ്റ് വൺ, ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ. കൺട്രോൾ നമുക്കറിയാം, പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ കൺട്രോളിങ് ഉണ്ടാകും. കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോളിംഗ്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ കൺട്രോളിംഗ് ഓപ്പറേഷൻസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കൺട്രോൾ, എക്സെട്ര. ഓക്കെ. Then last one, helping in decision making. Most important function of management accounting ആണ് helpful in decision making. Decision making ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം. So these are the functions of management accounting.
ദ നെക്സ്റ്റ് പോർഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ലിമിറ്റേഷൻസിൽ നിന്നുമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്ന്. പക്ഷേ എന്നാലും നമുക്ക് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്? പർപ്പസ് ഈസ് ടു അസർടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്, അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? പ്രൊവൈഡ് സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ പർപ്പസിൽ തന്നെ രണ്ടിനും വ്യത്യാസമുണ്ട്. ദ നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു പാസ്റ്റ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൺസേൺ വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ്, ഫോർകാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കമ്പൽസറി ആണെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഓപ്ഷണലാണ്. ദ നെക്സ്റ്റ് വൺ, ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വി ഗിവ് മോർ എംഫസിസ് ഓൺ ആക്യുറസി. ആക്യുറസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. അതായത് എറേഴ്സ് എല്ലാം കുറച്ചുകൊണ്ട്, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ അങ്ങനെ എല്ലാ തരത്തിലുള്ള എറേഴ്സിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മളിത് ഔട്ട്സൈഡേഴ്സിന് പ്രസൻറ്റ് ചെയ്യുന്ന ഡാറ്റയാണ്, അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതുമാണ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ ആക്യുറസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. കറക്റ്റ് ടൈമിൽ നമുക്ക് ഐറ്റംസ് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എത്രത്തോളം വേഗത്തിൽ നമുക്ക് എത്രത്തോളം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. The next one, financial accounting based on generally accepted accounting principles and conventions. നമുക്കറിയാം ഓരോ കാര്യത്തിനും ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യാൻ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. ഇൻറ്റേർണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ മാനേജ്മെൻറ്റ് ആണ്. ഓരോ മാനേജ്മെൻറ്റിന് എന്താണോ അവരുടെ ആവശ്യം, അവരുടെ ഫോക്കസ് എന്താണ്. ചിലപ്പോൾ ചില മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ചിലപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യലായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യലായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുന്നത്. സോ ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഒന്നും ബേസ് ചെയ്തിട്ടല്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർഡ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. നമുക്കറിയാം ഒരു ഇയറിലേക്കായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. 31 മാർച്ച് ആകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ 31 ഡിസംബർ ആകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്യും 1 ഇയറിലെ ഡാറ്റ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് കൃത്യമായിട്ട് അങ്ങനെ ഒരു ടൈം പീരീഡ് ഒന്നുമില്ല. മാനേജ്മെൻറ്റിന് എപ്പോഴാണോ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് ആ സമയങ്ങളിലൊക്കെ അവർ പ്രോപ്പറായിട്ട് അത് ചിലപ്പം ഒരു വർഷത്തിൽ 2-3 തവണ ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പെർട്ടിക്കുലർ പീരീഡ് ഇല്ല. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പാണുള്ളത്. അതായത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ഓൺലി അസർടൈൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. അത്രയേ ഉള്ളൂ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വൈഡ് സ്കോപ്പ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എക്സ്റ്റേണൽ പാർട്ടീസ് എന്ന് പറയുന്നത് യൂസേഴ്സാണ്. നമുക്കറിയാം ഔട്ട്സൈഡേഴ്സിനാണ് നമ്മളിത് സബ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻറ്റേർണൽ പാർട്ടീസാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കമ്പൽസറി ആൻഡ് ഓപ്ഷണൽ പറഞ്ഞതുപോലെ ഓഡിറ്റിങ്ങും കമ്പൽസറിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. ദെൻ സ്റ്റോക്കിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്? സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഓർ ഈസ് ലെസ്, അതാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയുള്ളൊരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല. നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ടിങ് ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മളവിടെ ഓരോ സ്റ്റോക്കിനെയും എന്ത് ചെയ്യുന്നു? റീവാല്യൂ ചെയ്യുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. സോ അവിടെ നമ്മൾ ഈ കോസ്റ്റിന് പറയുന്ന ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തത് പർപ്പസ് തന്നെയാണ് പറയുന്നത്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ്?
Purpose is to ascertain and control the cost of products or services. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് ആണ്, അതാണ് മെയിൻ ആയിട്ടുള്ള പർപ്പസ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ്സ് ഓൺലി കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കൺട്രോൾ. ആ രണ്ട് ടേംസ് ആണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് കൺട്രോൾ. അതിന് എന്തൊക്കെ മെഷേഴ്സ് യൂസ് ചെയ്യാമോ അതെല്ലാം നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയുണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ടാക്സ് പ്ലാനിങ് ഉണ്ട്, ബഡ്ജറ്റിംഗ്, റിപ്പോർട്ടിംഗ് ടു ദ മാനേജ്മെൻറ്റ്, ഇതെല്ലാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് നാച്ചർ, അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ, കാരണം നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് വെറും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രം പോരാ, ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡീൽസ് വിത്ത് കോസ്റ്റ് മാത്രമാണുള്ളത്, എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ബേസ്ഡ് ഓൺ ബോത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കറൻറ്റ് ഡാറ്റ, പാസ്റ്റ് ഡാറ്റയും അതേപോലെ ഇപ്പോഴുള്ള പ്രസൻറ്റ് ഡാറ്റയും ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഫ്യൂച്ചറിലുള്ള അസംഷൻ കൃത്യമായിട്ട് നമ്മൾ ഓരോ കാര്യത്തിലും എടുക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഇറ്റ് പ്രിസീഡ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് തൊട്ട് മുന്നേ ഉള്ള പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് അവസാനിക്കുന്ന സ്ഥലത്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ആർ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യകത പറയുമ്പോൾ ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് പ്രോപ്പർ പ്ലാനിംഗ് ആണ്. ദെൻ ഇഫക്റ്റീവ് കൺട്രോൾ, നമ്മൾ പറഞ്ഞു പ്ലാനിങ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? കൺട്രോളിങ് ഉണ്ടാകും. സോ അതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, ഇതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഓർഗനൈസേഷൻസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പ്രോപ്പർ പ്ലാനിങ് ആൻഡ് പ്രോപ്പർ കൺട്രോളിലൂടെ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്, ഇവിടെ നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. ആ പെർഫോമൻസിന് മെഷർ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതായത് ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ അനാലിസിസ്, റേഷ്യോ അനാലിസിസ് പോലെയുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ മാക്സിമൈസിങ് പ്രോഫിറ്റബിലിറ്റി, നമുക്കറിയാം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പ്രോഫിറ്റബിലിറ്റിയും മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. സോ അതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രാധാന്യമാണ്. ദെൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കലി ലീഡ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ബെറ്റർ കസ്റ്റമർ സർവീസ്. നമുക്ക് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് കസ്റ്റമേഴ്സിനെ പ്രോപ്പറായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അതായത് ക്വാളിറ്റി പ്രോഡക്ട്സുകൾ ലോ പ്രൈസിൽ, ചീപ്പർ പ്രൈസിൽ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഡിറ്റർമിൻ ചെയ്യാനും സാധിക്കുന്നു. സോ ബെറ്റർ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്വിക്കായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. കസ്റ്റമർ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ബെറ്റർ പ്രോഡക്ട്സുകൾക്ക് അവൈലബിൾ ആകുന്നു. അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ദിസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ. Okay, so these are the major needs and importance of management accounting. Okay.